പത്തനംതിട്ട വാഹനാപകടം 4 പേർക്കും ഇന്ന് യാത്രാമൊഴി. പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 8 മണി മുതൽ പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 12:30-യോടെയാണ് സംസ്കാരം. നവദമ്പതിമാരായ നിഖിലും അനുവും ഇവരുടെ അച്ഛന്മാരുമാണ് അപകടത്തിൽ മരിച്ചത്. മധുവിധു കഴിഞ്ഞ മലേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ദമ്പതിമാരെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരും വഴി ശബരിമല തീർത്ഥാടകരുടെ ബസ്സിൽ കാർ ഇടിച്ചു കയറിയായിരുന്നു അപകടം. വിദേശത്തു നിന്നുള്ള ബന്ധുക്കൾ എത്തുന്നതിന് വേണ്ടിയാണ് സംസ്കാരം വൈകിച്ചത്. പത്തനംതിട്ടയിലെ മല്ലശ്ശേരിയിലെ 2 കുടുംബങ്ങളുടെ സന്തോഷവും പ്രതീക്ഷയുമാണ് ഒറ്റ ദിവസം കൊണ്ട് പൊലിഞ്ഞത്. 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹിതരായി. 15-ാം ദിവസം നിഖിലിന്റെയും അനുവിന്റെയും വേർപാട് ഒരു നാടിനെ ആകെ ഉലച്ചു. നവംബർ 30-നാണ് നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം കഴിഞ്ഞത്. സ്വപ്നം കണ്ട ജീവിതം അവർ ജീവിച്ച് തുടങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാ സന്തോഷങ്ങളും അപകടം കവർന്നെടുത്തു. നിഖിലിനെയും അനുവിനെയും കൂട്ടാൻ എയർപോർട്ടിലെത്തിയത് മത്തായി ഈപ്പനും ബിജു പി ജോർജുമായിരുന്നു. കാനഡയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഖിൽ കഴിഞ്ഞ മാസം 25-നാണ് വിവാഹത്തിനായി നാട്ടിലെത്തിയത്. അനുവിന്റെ പിറന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ദുരന്തമുണ്ടായത്. അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് എഫ്ഐആർ. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. കാർ അമിത വേഗത്തിൽ വന്നിടിച്ചുവെന്നാണ് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡ്രൈവറും പറഞ്ഞത്.